ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് സന്ധ്യയ്ക്ക് നോക്കുമ്പോൾ ഫോണിൽ ചറ പറ എന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജസ് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നതായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബേസിക് എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സിസ്റ്റം അനലിസ്റ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാം, അത് കേര ഫെഡിലേക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതും എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ളത് ഒട്ടുക്കത്തെ പാക്കേജാണ് ഇതിന്. അപ്പൊ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്കുള്ളതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കുള്ള സിസ്റ്റം അനലിസ്റ്റ്, അതിനും നല്ല പാക്കേജ് തന്നെയാണുള്ളത്. 3 കാറ്റഗറീസിലേക്കുള്ള എക്സാംസിനുള്ള കൺഫർമേഷൻ ആണ് കൊടുക്കാൻ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുള്ളത്. വേറെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, കുട്ടികൾ പറഞ്ഞു കേട്ടില്ല. എനിക്ക് കലണ്ടർ വന്നാൽ മാത്രമേ എനിക്കത് കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സിലബസ് വന്നോ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. സിലബസ് മിക്കവാറും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരും എന്തായാലും. അപ്പൊ പഴയ സിലബസ് തന്നെയാണെങ്കിൽ നമുക്ക് ഗോൾ അടിച്ചു അല്ലേ. അപ്പൊ പഴയ സിലബസിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ PYQs ആയിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കേരള PSC യുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് ചാനലുണ്ട്, കേരള PSC വിത്ത് ക്ലിക്ക്. അതുപോലെ തന്നെ നമുക്കുള്ളത് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അത് IEOയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പിന്നീട് നമ്മൾ അതിൽ കൂടെയാണ് ഒഫീഷ്യലി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിലും ഈ പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സിസ്റ്റം അനലിസ്റ്റ് പോലെയുള്ള കമ്പ്യൂട്ടർ സയൻസ് ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി ആയിട്ട് വരുന്ന എക്സാമുകൾക്ക്, അതും കേരള PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്, കിക്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നും പറഞ്ഞ്. അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് പറയുവാണ്, നമ്മൾ അതിനകത്ത് ഓൾറെഡി ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഈസ്റ്ററിനാണ് നമ്മൾ പുതിയ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വേറൊന്നുമല്ല, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റം അനലിസ്റ്റ് തസ്തികകളിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് തന്നെ നമ്മൾ വാട്സപ്പിനകത്ത് ഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളൊരു എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് നമ്മൾ ഗൈഡഡ് പ്രിപ്പറേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് റെക്കോർഡഡ് വീഡിയോ സെഷൻസ്, അതുപോലെ തന്നെ PYQs ഡിസ്കഷൻസ് കാണുമായിരിക്കും. അതും ടോപ്പിക് വൈസ് ആണുള്ളത്. പിന്നെ ഫ്രീ ആക്സസ് ടു അവർ PYQ റെപ്പോസിറ്ററി, ദെൻ ഡെയിലി നോട്ട്സ് ഇൻ PDF ഫോമാറ്റ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു സോ കോൾഡ് എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാൻ വഴി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഗൈഡഡ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് May 1 ഓൺവേർഡ്സ് ആണ്. അതായത് നമുക്കിനി വേസ്റ്റ് ചെയ്യാനായിട്ട് ടൈം ഇല്ല. ഇന്നേക്ക് 97th ഡേ എക്സാം ആണ്. ക്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ടാർഗറ്റഡ് പോയിന്റ് ഓഫ് വ്യൂല്, അതായത് ഇനി എത്ര ദിവസം നമുക്ക് റിമൈനിങ് ആണ് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള സമയം കൊണ്ട് എങ്ങനെ നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവായി അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് എക്സാമിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള എക്സാമിലും ഒക്കെ ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ സെയിം സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാം ആയിക്കോട്ടെ, സിസ്റ്റം മാനേജർ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിസ്റ്റം അനലിസ്റ്റ് എക്സാം ആയിക്കോട്ടെ, ഏത് തന്നെയാണെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി. ക്ലിക്കിനോടൊപ്പം ഈ ഒരു ജേർണിയിൽ ചേരാനായിട്ട് താല്പര്യം ഉള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ May 1 മുൻപ് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അതിനുശേഷമുള്ളവർക്ക് നമ്മൾ ഈ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, വേറൊന്നും കൊണ്ടല്ല, അവരെ നമ്മൾ കൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം പണി എടുക്കേണ്ടി വരും. അതായത് May 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ അതെന്ന് പറയുന്നത് ഒരു എന്താ പറയാ സ്ട്രേറ്റ് ടു ഡെസ്റ്റിനേഷൻ ആണ്. ആ 97th ഡേ എക്സാം എഴുതുക എന്നതിൽ എത്തി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും കയറി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷേ നിങ്ങളെ ഈ May 1 മുതൽ തുടങ്ങുന്ന ഈ ഒരു ബാച്ചിൽ നിങ്ങൾ എൻ്റർ ചെയ്തില്ല എങ്കിൽ അതിനൊപ്പം നിങ്ങളെ എത്തിക്കുന്നതിന് ഞങ്ങൾ എടുക്കേണ്ട ഒരു സ്പെഷ്യൽ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു എഫേർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ April 30th വരെയുള്ള ഒരു സോ കോൾഡ് സ്പെഷ്യൽ ഓഫർ ആ കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം എന്താ പറയാ ഒട്ടും മനസാക്ഷി ഇല്ലാതെ തന്നെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒപ്പം കൂടുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കണം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റണം. ഈ ഒരു എക്സാമിനെന്നല്ല, ഇനി ഫർദർ ഏതെങ്കിലും എക്സാംസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറക്കണ്ട, 97 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട്, ഓൾവേസ് മോട്ടിവേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ CSE for KPSC ക്ലബിൽ കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.